ലേണിംഗിന്റെ പുതിയൊരു മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ കൂടെ ഞാൻ ശ്രുതി ടീച്ചറാണ്. അപ്പൊ എന്റെ മക്കൾക്ക് അടിസ്ഥാന പാഠാവലിയിലെ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ കേരള പാഠാവലിയും ഒന്ന് പരിചയപ്പെടുത്തി തരണ്ടേ? പരീക്ഷയൊക്കെ അല്ലേ വരുന്നത്. അപ്പൊ കേരള പാഠാവലിയിലെ ഒരു ചോദ്യമാണ് ഇന്ന് പരീക്ഷയ്ക്ക് വളരെ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. അപ്പോ പരീക്ഷയ്ക്ക് ഈ ചോദ്യം പ്രതീക്ഷിക്കാം എന്ന് തന്നെയാണ് ടീച്ചർക്ക് പറയാനുള്ളത്. കാരണം ആ ചോദ്യകർത്താവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഏരിയയാണ് കഥാപാത്ര നിരൂപണം തയ്യാറാക്കാം. ഒരു പ്രവർത്തനം ഇത് സാധ്യതയുണ്ട്. എന്താണ് കതിവനൂർ വീരൻ എന്ന് പറയുന്ന ഒരു പാഠം നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ കേരള പാഠാവലിയില്. അപ്പൊ കതിവനൂർ വീരൻ എന്ന പാഠഭാഗത്തിലെ വീരനായകനായി മന്ദപ്പനെ ഓർമ്മയില്ലേ? അല്ലേ, മന്ദപ്പൻ ആയുധം പോയതും ആയുസ് പോയതും എനക്കൊരുപോലെയാ. അരിശം പാരം കൊടിയവനാണ് മന്ദപ്പൻ, പൈച്ചാൽ അവന് പൈതാഹം ഒട്ടും പുറത്തും കൂടാ. അല്ലേ, പിന്നെ മന്ദിച്ചു നിൽക്കാൻ സമയമില്ല, നാടിനെയും നാട്ടുകാരെയും കാക്കണം എന്ന് പറയുന്ന മന്ദപ്പൻ അല്ലെ. ഈ സൂചനകളും മറ്റു വിവരങ്ങളും കൂട്ടിച്ചേർത്ത് മന്ദപ്പൻ എന്ന കഥാപാത്രത്തെ ആണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? കഥാപാത്ര നിരൂപണം തയ്യാറാക്കേണ്ടത്. അപ്പൊ നമുക്കൊന്ന് തയ്യാറാക്കി നോക്കിയാലോ? കഥാപാത്ര നിരൂപണം തയ്യാറാക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ആ കഥാപാത്രത്തിന്റെ സവിശേഷതകൾ എല്ലാം ഉൾക്കൊണ്ടായിരിക്കണം നമ്മൾ കഥാപാത്ര നിരൂപണം തയ്യാറാക്കേണ്ടത് അല്ലെ. കതിവനൂർ വീരൻ തെയ്യത്തിന്റെ പുരാവൃത്തത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. കതിവനൂർ വീരൻ തെയ്യമായി മാറിയത് മന്ദപ്പനാണ് അല്ലെ. മന്ദപ്പനാണ് കതിവനൂർ വീരൻ തെയ്യമായിട്ട് മാറിയത്. മേത്തളി ഇല്ലത്ത് കുമരപ്പന്റെയും പരക്കയില്ലത്ത് ചക്കി അമ്മയുടെയും മകനാണ് മന്ദപ്പൻ. ആരാണ് മന്ദപ്പൻ എന്ന് നമ്മൾ എഴുതേണ്ടതുണ്ട്. മന്ദപ്പൻ 12 വയസ്സുവരെ കളിച്ചിരിയും കളരിയുമായി കഴിച്ചുകൂട്ടി അല്ലേ. കൂട്ടുകാരോടൊപ്പവും ഒറ്റയ്ക്കും കാട്ടിൽ പോയി വേട്ടയാടി രസിക്കൽ മാത്രമായിരുന്നു അവന്റെ വിനോദം. മന്ദപ്പന് നിങ്ങൾക്ക് ഓർമ്മയുണ്ട് അല്ലെ? കാട്ടിൽ പോയിട്ട് കൂട്ടുകാരുടെ കൂടെ അല്ലെ നായാട്ട് വേട്ടയാടി രസിക്കലായിരുന്നു മന്ദപ്പന്റെ ഹോബി എന്ന് പറയുന്നത്. ഒരിക്കൽ വേട്ടയാടി തളർന്നു വന്ന മന്ദപ്പൻ അമ്പും വില്ലും മുറ്റത്തെ പടന്നപ്ലാവിന്റെ കവരിൽ സൂക്ഷിച്ചിട്ട് അകത്തേക്ക് കയറിയപ്പോൾ എന്താണ് സംഭവിച്ചത്? അച്ഛൻ അവനെ ശകാരിക്കുകയും തുടർന്ന് അമ്പും വില്ലും മുറ്റത്തിന്റെ ഒരു കോണിൽ നുറുക്കിയിട്ടിരിക്കുന്നു. ഇതിൽ മനംനൊന്ത് മന്ദപ്പൻ വീട് വിട്ടിറങ്ങി. ഇതെല്ലാം നമ്മൾ വിശദമായിട്ട് എഴുതേണ്ടതായിട്ടുണ്ട്. പിന്നെ കുടകുമല കയറുന്ന കൂട്ടുകാരുടെ കൂടെ തന്നെയും കൂട്ടണമെന്ന് അവൻ നിർബന്ധം പിടിക്കുകയാണ്. അവന്റെ നിർബന്ധത്തിന് വഴങ്ങി കൂട്ടുകാർ അവനെയും കൂടെ കൂട്ടി. എന്നാൽ കുടകുമല കയറുന്നതിനിടയിൽ അവനെ പാതി വഴിയിൽ മയക്കി കിടത്തി കൂട്ടുകാർ സ്ഥലം വിട്ടു. മന്ദപ്പനോട് അവർ ചെയ്ത ചതിയെക്കുറിച്ച് ചിന്തിക്കാനും യഥാർത്ഥ സുഹൃത്ത് ആരെന്ന് തിരിച്ചറിയാനുമുള്ള അവസരമാണ് മന്ദപ്പന്റെ പ്രവൃത്തിയിലൂടെ അവർ മനസ്സിലാക്കേണ്ടത് അല്ലേ. മന്ദപ്പൻ തിരിച്ച് വീട്ടിലേക്ക് പോകട്ടെ എന്ന് കരുതിയാണ് കൂട്ടുകാർ അങ്ങനെ ചെയ്തത്. കൂട്ടുകാർ എന്തിനാണ് അങ്ങനെ ചെയ്തത്? തിരിച്ച് വീട്ടിലേക്ക് പോകട്ടെ എന്ന് കരുതിയിട്ടായിരുന്നു അല്ലെ കൂട്ടുകാർ അങ്ങനെ ചെയ്തത്. അപ്പൊ ഒരു യഥാർത്ഥ യോദ്ധാവിനെ സംബന്ധിച്ച് അവന്റെ ശക്തി ആത്മബലം തന്നെയാണ് അതിന് കരുത്തേകുന്നത്. ആയുധങ്ങളാണ് അവന്റെ അമ്പും വില്ലും. അച്ഛൻ നുറുക്കിക്കളഞ്ഞപ്പോൾ തന്റെ ആയുസ്സേ നഷ്ടപ്പെട്ടതായി ആർക്ക് തോന്നുകയാണ്? മന്ദപ്പന് തോന്നുകയാണല്ലേ. മന്ദപ്പന്റെ നിശ്ചയദാർഢ്യം, ആയോധന കലയോടുള്ള അതിരറ്റ പ്രതിപത്തി, തന്റെ കഴിവിനെ അവഗണിക്കുന്നത് കൊണ്ടുള്ളവായ വാശി, ഇതെല്ലാം മന്ദപ്പനെ എന്താക്കി മാറ്റി? ധീര യോദ്ധാവാക്കി മാറ്റി. ഒരു യഥാർത്ഥ യോദ്ധാവിനെ സംബന്ധിച്ച് അവന്റെ ശക്തി ആത്മബലം തന്നെയാണ് കരുത്തേകുന്നത്. ആയുധങ്ങളാണ് അവന്റെ അമ്പും വില്ലും. അച്ഛൻ നുറുക്കിക്കളഞ്ഞപ്പോൾ തന്റെ ആയുസ്സെ നഷ്ടപ്പെട്ടതായി ആർക്ക് തോന്നുകയാണ്? നമ്മുടെ മന്ദപ്പന് തോന്നുകയാണ്. അപ്പൊ തന്റെ കഴിവിനെ അവഗണിക്കുന്നത് കൊണ്ടുള്ളവായ വാശി, ഇതെല്ലാം മന്ദപ്പനെ എന്താക്കി മാറ്റി? ധീര യോദ്ധാവാക്കി മാറ്റി എന്ന് എന്റെ മക്കളെ എഴുതി വെച്ചാൽ അത് കഥാപാത്ര നിരൂപണത്തിന് മുഴുവൻ മാർക്കും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പൊ കഥാപാത്ര നിരൂപണം കേരള പാഠാവലിയിൽ എന്ന പോലെ അടിസ്ഥാന പാഠാവലിയിലും വരും. അപ്പോ കഥാപാത്ര നിരൂപണം ചെയ്യുമ്പോൾ എന്താണ് നമ്മളെ ശ്രദ്ധിക്കേണ്ടത്? അവരുടെ വേഷത്തെക്കുറിച്ച് എഴുതാം, സ്വഭാവ സവിശേഷതയെ കുറിച്ച് എഴുതാം. സൂക്ഷ്മമായിട്ട് ഒരു കഥാപാത്രത്തെ നോക്കിക്കണ്ട് അത് എഴുതുന്നതിനെയാണ് നമ്മൾ കഥാപാത്ര നിരൂപണം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ എന്റെ മക്കൾക്ക് ഇത് മനസ്സിലായല്ലോ. പരീക്ഷയ്ക്ക് സാധ്യതാ ചോദ്യമാണ്, മറക്കാതെ നോക്കി പോവുക കേട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോയില് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.